നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് എംഎൽഎയും മേയറും കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തിൽ എംഎൽഎയുടെ മണ്ഡലമായ ബാലുശ്ശേരിയിൽ പ്രതിഷേധം. ഗാന്ധി ലോകത്തെ മാറ്റിയ വർഷങ്ങൾ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി പുസ്തക സംവാദം സംഘടിപ്പിച്ചു. എസ് ജാനകിയുടെ 86ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് തേനും വയമ്പും എന്ന സംഗീത പരിപാടിയുമായി ഗായിക ശ്രേയ ഭാനു. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്നുവന്ന കോഴിക്കോട് ഭജനോത്സവത്തിന് സമാപനം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് എംഎൽഎയും മേയറും കെഎസ്ആർടിസി ബസ് തടഞ്ഞ സംഭവത്തിൽ എംഎൽഎയുടെ മണ്ഡലമായ ബാലുശ്ശേരിയിൽ പ്രതിഷേധം. യുഡിവൈഎഫിന്റെ നേതൃത്വത്തിലാണ് പ്രതീകാത്മകമായി എംഎൽഎയെ ഡ്രൈവർമാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് സമരം നടത്തിയത്. തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ബസ്സിലെ ഡ്രൈവർ യദുവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ഉൾപ്പെട്ട കെ.എം. സച്ചിൻ ദേവ് എംഎൽഎയുടെ മണ്ഡലമായ ബാലുശ്ശേരിയിൽ പ്രതീകാത്മകമായി എംഎൽഎയെ ഡ്രൈവർമാർക്ക് പരിചയപ്പെടുത്തുന്ന സമരം നടത്തി. യുഡിവൈഎഫ് ബാലുശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാലുശ്ശേരി സ്റ്റാൻഡ് പരിസരത്ത് സമരം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാഖ് കണ്ണോറ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഭിജിത്ത് ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് പി.എച്ച്. ഷമീർ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സിറാജ് ചിറ്റേടത്ത്, സി.കെ. ഷക്കീർ, അബിന കുന്നോത്ത്, അർജുൻ പുനത്ത്, രോഹിത് പുല്ലങ്കോട്, നൌഫൽ തലയാട്, ബഗീഷ് ലാൽ, സുജിത് പറമ്പിൽ, വിഷ്ണു തണ്ടറ, അൽതാഫ് ഹുസൈൻ, ഷാബിൽ എടത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗാന്ധി ലോകത്തെ മാറ്റിയ വർഷങ്ങൾ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി പുസ്തക സംവാദം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി പുസ്തക വിതരണം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ റീഡേഴ്സ് ഫോറമാണ് പുസ്തക സംവാദം നടത്തിയത്. രാമചന്ദ്ര ഗുഹയുടെ ഗാന്ധി ലോകത്തെ മാറ്റിയ വർഷങ്ങൾ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ റീഡേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംവാദം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി പുസ്തകാവതരണം നടത്തി. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാത്ത ഒരു പ്രവണത, അത് ആളുകൾ കുറ്റം പറഞ്ഞില്ല, അവരെ ഡിജിറ്റലിലായിട്ടാണ് പലരും ചെയ്യുന്നത്. സാധാരണ ഞങ്ങളെ ഈ തൊഴിൽ എന്ന് പറയുന്നത് ഒരു അരിസ്റ്റോക്രാറ്റിക് വിഭാഗം ഏർപ്പെട്ടിരുന്ന തൊഴിലാണ്. അധ്വാനിച്ചു കൊണ്ടുവന്ന് കുടുംബം പുലർത്തുന്ന ആളുകൾ ഏർപ്പെട്ടിരുന്ന തൊഴിലായിരുന്നില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരാൾ വിലയിരുത്തുന്ന മഹാത്മജി പോലും ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വരാൻ, വൈദ്വാനികളാണെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വരാനുള്ള ചുറ്റുപാടുണ്ടായിരുന്ന ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കുറച്ചെങ്കിലും യുവാക്കൾ പുസ്തകങ്ങളിലേക്ക് അടുപ്പിക്കാനും അതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ പ്രേരിപ്പിക്കാനും അതിന് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. സമൂഹത്തിൽ പോലും സന്ദർഭങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി താങ്കൾ പറഞ്ഞതുപോലെ 5 വർഷമായി കോഴിക്കോട് എന്നുള്ള ആരംഭിച്ചതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്നതിൽ കൂടുതലായി പുസ്തക ചർച്ചകൾ നമ്മുടെ നഗരത്തിൽ നടക്കുന്നുണ്ട്. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി യു രാമചന്ദ്രൻ, എം രഘുനാഥ്, വി മനോജ് കുമാർ, പി ഉണ്ണികൃഷ്ണൻ, വി.എം. മാത്യു, പി ഗൗരിശങ്കർ, പി ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ജാനകി അമ്മയുടെ 86ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് തേനും വയമ്പും എന്ന സംഗീത പരിപാടിയുമായി ഗായിക ശ്രേയ ഭാനു 12 മണിക്കൂറിൽ ജാനകി അമ്മയുടെ 120 പാട്ടുകൾ പാടി ശ്രേയ ഭാനു റെക്കോർഡിട്ടു. ഗാനകോകിലം എസ് ജാനകിയുടെ 86ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഗായിക ശ്രേയ ഭാനു എസ് ജാനകിയുടെ 120 പാട്ടുകൾ കോർത്തിണക്കി 12 മണിക്കൂർ ഗാനങ്ങൾ ആലപിച്ചു റെക്കോർഡിട്ടു. തിരുവണ്ണൂർ സ്വാതി തിരുനാൾ കലാകേന്ദ്രത്തിലെ സംഗീത വിദ്യാർത്ഥിനിയും എടപ്പാൾ സ്വദേശിനിയുമായ ശ്രേയ ഭാനു തന്റെ പ്രിയ ഗായികയായ എസ് ജാനകിയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനായി 4 വർഷം മുൻപ് ആസൂത്രണം ചെയ്ത സംഗീത പരിപാടിയാണ് ഇപ്പോൾ അരങ്ങേറിയത്. മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ പ്ലേയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ഓരോ മണിക്കൂർ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോഴും 5 മിനിറ്റ് ഇടവേള എടുത്തായിരുന്നു പരിപാടി. BA സംഗീതം പൂർത്തിയാക്കിയ ഇവർ 2019 6 മണിക്കൂർ തുടർച്ചയായി ഗാനങ്ങൾ ആലപിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരുന്നു. ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെ ബൈജുലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്നുവന്ന കോഴിക്കോട് ഭജനോത്സവത്തിന്റെ സമാപനം. 4 ദിവസങ്ങളിലായാണ് ഭജനോത്സവം നടന്നത്. ഭജനോത്സവത്തിന്റെ 3ാം ദിനം ഭജന വിദ്വാൻ BR രാമലിംഗയ്യർക്കും ആദരമർപ്പിച്ച് പരിപാടികൾ ആരംഭിച്ചു. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവന്ന കോഴിക്കോട് ഭജനോത്സവം സമാപിച്ചു. ഭജനോത്സവത്തിന്റെ 4ാം ദിവസം ഉഞ്ചവൃത്തി ഭജനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ശ്രീ സീതാരാമ കല്യാണ ഭജനോത്സവം നടന്നു. ബ്രഹ്മശ്രീ മുംബൈ സുന്ദർരാമ ഭാഗവതരുടെ കാർമ്മികത്വത്തിലാണ് സീതാരാമ കല്യാണ മഹോത്സവം, പവലിമ്പ് എന്നിവ നടന്നത്. കോഴിക്കോട് ദേവരാഗം മ്യൂസിക് ട്രൂപ്പിന്റെ ഭക്തി ഗാനമേളയും അരങ്ങേറി. ഭജനോത്സവത്തിന്റെ 3ാം ദിവസം മുൻകാല ഭജന വിദ്വാനായ BR രാമലിംഗയ്യർക്ക് ആദരമർപ്പിച്ചാണ് ഭജനോത്സവം ആരംഭിച്ചത്. ബ്രഹ്മശ്രീ ശങ്കര വൈദ്യനാഥ ഭാഗവതർ തിരുവനന്തപുരം ആൻഡ് പാർട്ടിയുടെ സമ്പ്രദായ ജയദേവ അഷ്ടപതി, ബ്രഹ്മശ്രീ ഗൗതം കണ്ണൻ ഭാഗവതരുടെയും സംഘത്തിന്റെയും തരംഗം, പഞ്ചപതി, ധ്യാനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ക്രിസ്ത്യൻ കോളേജ് മ്യൂസിക് ക്ലബ്ബ് കോഴിക്കോട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ സംഗീത ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ ജെറി ഹെൻറി ആദരം ഏറ്റുവാങ്ങി. ഫാദർ മാത്യു എടക്കര പൊന്നാടി അണിയിച്ചു. സംഗീത മേഖലയിലെ പ്രശസ്തർ പങ്കെടുത്തു.
സംഗീത ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ ജെറി ഹെൻറിയെ മലബാർ ക്രിസ്ത്യൻ കോളേജ് മ്യൂസിക് ക്ലബ്ബ് സംഗീതാർച്ചന നടത്തി ആദരിച്ചു. ഫാദർ മാത്യു എടക്കര ഉദ്ഘാടനം ചെയ്തു. MC ജോയിന്റ് സെക്രട്ടറി M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ജോഷി തോമസ് ഉപഹാരം സമർപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്റർ സെക്രട്ടറി KF ജോർജ് ലഘുലേഖ പ്രകാശനം ചെയ്തു. വിൽസൺ സാമുവൽ, തേജ് മർവിൻ, സിബില സദാനന്ദൻ, K സലാം, C സത്യനാരായണൻ, PK രാജശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. ജെറി ഹെൻറി മറുപടി പ്രസംഗം നടത്തി. മുന്നിൽ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും കലാകാരന്മാരാണ്, സംഗീതജ്ഞരാണ്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുമാണ്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ആദ്യം ഭക്ഷണം, പേരകണം, റോമത്തും അറിയാത്ത ആൾക്കാർ ഇവിടെ ആയിരുന്നു. അടുത്തത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സും സെവൻസും ഫൈവ്സും അതിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതിൽ ഉപരിയായിട്ട് സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത, അതാണ് കോഴിക്കോട്ടുകാർ. നമുക്ക് ബാവുക്കയും മുഹമ്മദ് റാഫിയും കിഷോറും യേശുദാസും ലതാ മങ്കേഷ്കറും ഒക്കെ പ്രാണനാണ്, ജീവനാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഓരോ ടൗൺ ഹാളിലെ പ്രോഗ്രാമും സ്ഥിരമായിട്ട് കേൾക്കാൻ വരുന്ന ശ്രോതാക്കൾ എന്തുകൊണ്ടും സംഗീതത്തെ ഉപാസിക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറുള്ള ഒരു കൂട്ടം കലാകാരന്മാർ. അതാണ് കോഴിക്കോടിൻ്റെ സവിശേഷത. തുടർന്ന് MCC ഗാനപരിപാടിയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക നൃത്ത ദിനത്തിൽ കഥക് നൃത്താവതരണവുമായി ഗിരിധർ കൃഷ്ണയും സംഘവും. നൃത്താങ്കൻ 2024 എന്ന പരിപാടി കേസരി ഹാളിലാണ് അരങ്ങേറിയത്. തിരക്കഥാകൃത്തുക്കളായ കലവൂർ രവികുമാറും ദിതി ദാമോദരനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പരമ്പരാഗത കഥക് നൃത്തത്തിന്റെ ക്ലാസിക്കൽ പ്രകടനവുമായി നടനും നൃത്താധ്യാപകനുമായ ഗിരിധർ കൃഷ്ണയും സംഘവും നടത്തിയ ലോക നൃത്ത ദിനാഘോഷം നൃത്തപ്രേമികൾക്ക് അവസ്മരണീയ കാഴ്ചയായി. നൃത്താങ്കൺ 2024 എന്ന പരിപാടിയിൽ 1 മണിക്കൂർ പരമ്പരാഗത കഥക് നൃത്തവും 1 മണിക്കൂർ ബോളിവുഡ് സിനിമകളിലെ കഥക് നൃത്തങ്ങളുടെ അവതരണവുമാണ് നടന്നത്. ഗിരിധർ കൃഷ്ണ കോഴിക്കോട്ട് നടത്തുന്ന ചിദംബരം കഥക് ഡാൻസ് തിയേറ്ററിലെ ശിഷ്യരും കണ്ണൂരിലും തൃശൂരിലുമുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യരും അടക്കം 30 പേർ ചേർന്നാണ് കഥക് അവതരിപ്പിച്ചത്. കലാവതി ശ്രീജിത്ത്, അഹമ്മദ് ഇബ്രാഹിം, സുധീർ കടലുണ്ടി, വിനോദ് രാമനാട്ടുകര എന്നിവർ പശ്ചാത്തലമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മൈജിയുടെ പുതിയ ഷോറൂം കണ്ണൂരിൽ മെയ് 4 ഉദ്ഘാടനം ചെയ്യുമെന്ന്
ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി. മൈജിയുടെ 2023-24 സാമ്പത്തിക വർഷത്തിലെ വളർച്ചാ നിരക്കിനെയും ഭാവി പദ്ധതികളെയും കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഈ വരുന്ന മെയ് 4 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ടൊവിനോയും മഞ്ജു വാര്യറാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലാണ് മൈജി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്ന സ്റ്റോറുകൾ വരാൻ പോകുന്നത്. സെക്കൻഡ്, നമ്മൾ 10,000 മുതൽ 20,000 പോലെ ടയർ 2 എന്ന് പറയുന്ന സിറ്റികളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ ഏകദേശം 30 ഷോറൂമിൽ നല്ലൊരു ശതമാനം അതിലേക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ടയർ 3 സിറ്റികളിലേക്കും 5,000 മുതൽ 10,000 സ്ക്വയർ ഫീറ്റുള്ള സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുവഴി എല്ലാം തന്നെ നമുക്ക് നിരവധി ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. 2024-25 വർഷം 4,000 കോടി രൂപയുടെ വിറ്റുവരവും 5,000 തൊഴിലവസരങ്ങളുമാണ് മൈജി ലക്ഷ്യമിടുന്നത്. ഈ വർഷം 30 ഷോറൂമുകൾ കൂടി തുറക്കുന്നതോടെ കേരളത്തിലാകെ ഷോറൂമുകൾ 180 ആകും. അതോടെ ഓരോ ജില്ലയിലും ഹെഡ് ഓഫീസുകളും ആരംഭിക്കും. തുടർന്ന് 2 ടയർ 3 ടയർ സിറ്റികളിലേക്കും മൈജി ഷോറൂമുകൾ വ്യാപിപ്പിക്കും. 2025-ൽ 5,000 കോടി രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമിടുന്നതെന്നും മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മൈജിയുടെ സ്വപ്നമെന്നും ഇപ്പോൾ 3,000 പേർ മൈജിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും ഷാജി വിശദീകരിച്ചു. മൈജി സ്വന്തം ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ 100-ലേറെ സർവീസ് സെന്ററുകളുള്ള മൈജി കെയർ ഉപഭോക്താക്കൾക്ക് മികച്ച ഗാഡ്ജറ്റ് പ്രൊട്ടക്ഷനും അപ്ലയൻസ് സർവീസും ഉറപ്പാക്കുന്നു. ഇതിനായി വിദഗ്ധ ടെക്നീഷ്യന്മാരടങ്ങുന്ന ടീം പ്രവർത്തിക്കുന്നു. 2006-ൽ പ്രവർത്തനം തുടങ്ങിയ മൈജി 16 വർഷത്തിനകം 90 ലക്ഷം ഉപഭോക്താക്കളെ സ്വന്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും GCC രാജ്യങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന മൈജിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും ഷാജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 25 പ്രധാനപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള പാചക കലാകാരന്മാരുടെ രുചി വിഭവങ്ങളുമായി ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് മെയ് 3 മുതൽ 12 വരെ കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിൽ നടക്കും. പരമ്പരാഗതവും നൂതനവുമായ വിഭവങ്ങൾ മേളയിൽ ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു. എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് എത്തിക്കണമെന്ന് മാത്രമാണ് EMI ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. 10 വർഷങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇവന്റ്, നമുക്കൊരു ടൂറിസം ഇവന്റ്, നമ്മുടെ ടൂറിസം കലണ്ടറിൽ ഇതൊരു ഇവന്റാക്കി മാറ്റണം. എല്ലാ വർഷവും ഇങ്ങനൊരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തും. അത് 10 ദിവസം നടത്താൻ കാരണം 2-3 ദിവസം ഭക്ഷണം കഴിച്ചാൽ ഇത് പിന്നെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു 10 ദിവസം വലിയ എഫർട്ടോട് കൂടി വളരെ നിങ്ങൾക്കറിയാം 10 ദിവസം ട്രേഡ് സെന്റർ ഈറ്റോപ്പിയ ഇവന്റേഴ്സ്, ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് എന്നിവർ സംയുക്തമായാണ് ഒരേയൊരു ഇന്ത്യ 1000 രുചികൾ എന്ന ശീർഷകത്തിൽ ഫുഡ് ആർട്ട് ഫെസ്റ്റ് നടത്തുന്നത്. വെറുമൊരു ഫുഡ് ഫെസ്റ്റിവൽ എന്നതിനുമപ്പുറം വ്യത്യസ്ത സംസ്കാരങ്ങളെ ഒരുമിപ്പിക്കാനുള്ള ഭക്ഷണത്തിന്റെ ശക്തിയെ അടിവരയിട്ടുറപ്പിക്കാനാണ് പരിപാടിയിലൂടെ തങ്ങൾ ശ്രമിക്കുന്നതെന്ന് മുഖ്യ സംഘാടകരായ ഈറ്റോപ്പിയ ഇവന്റേഴ്സ് ഡയറക്ടർ മുഹമ്മദ് ഹനീഫ വ്യക്തമാക്കി. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ രുചിമാന്ത്രികർ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ടെത്തും. രാജ്യത്തെ വ്യത്യസ്ത പാചക രീതികളും ഭക്ഷണ സംസ്കാരങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തി ഭക്ഷണ പാരമ്പര്യത്തെ ആഘോഷിക്കാനാണ് ഇത്തരം ആർട്ട് ഫെസ്റ്റ് എന്ന് സംഘാടകർ പറഞ്ഞു. 100 രൂപയാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. ഈ തുക ഫുഡ് ഫെസ്റ്റ് ഭക്ഷണത്തിൽ കുറവ് ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മീഡിയ കോർഡിനേറ്റർ നസറുള്ള, ഈറ്റോപ്പിയ ഡയറക്ടർ ഷുക്കൂർ ബത്തേരി, GMI ജനറൽ സെക്രട്ടറി അക്ബർ സാദിഖ്, ഈറ്റോപ്പിയ ഡയറക്ടർ മൻസൂർ, GMI പ്രസിഡന്റ് PC റഷീദ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് അത്തോളി വേളൂർ വെസ്റ്റിൽ രാജ്യാന്തര മഡ് ഗ്രൗണ്ട് MJ സ്ക്വയർ നാടിന് സമർപ്പിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം VP സുഹൈർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യത്തെ രാജ്യാന്തര മഡ് ഗ്രൗണ്ടാണ് അത്തോളി വേളൂർ വെസ്റ്റിൽ പണിതത്. പ്രവാസി സംരംഭകരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ മഡ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നാട് ഉത്സവമാക്കി. MJ സ്ക്വയർ മഡ് ഗ്രൗണ്ട് പ്രശസ്ത ഫുട്ബോൾ താരം VP സുഹൈർ ഉദ്ഘാടനം ചെയ്തു. പ്രദർശന മത്സരത്തിന് തയ്യാറെടുത്ത കുട്ടികളുമായി കിക്ക് ഓഫ് ചെയ്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യാതിഥിയായി എത്തിയ സോഷ്യൽ മീഡിയ താരം സൽമാനും കാഴ്ചക്കാരിൽ ആവേശമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
പരിപാടിയിൽ കായിക രംഗത്ത് പ്രതിഭ തെളിയിച്ച ഫുട്ബോൾ താരം കെ മുരളീധരൻ, വോളിബോൾ താരം KV കുമാരൻ, കിക്ക് ബോക്സർ പ്രണവ് വേളൂർ എന്നിവരെ ആദരിച്ചു. PT ഹമീദ്, അനൂപ് വേളൂർ, ജലീൽ പാടത്തിൽ, ജയചന്ദ്രൻ, ശ്രീലക്ഷ്മി, ജയ്സൽ കമ്മോട്ടിൽ തുടങ്ങിയവരും സന്നിഹിതരായി. M2J ഗ്രൂപ്പ് ഡയറക്ടർമാരായ TT ജയ്ലാൻ ഷാ, K മുബാറക്, M ജുബൈർ എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പുതിയ മഡ് ഗ്രൗണ്ട് അഖിലേന്ത്യാ സെവൻസിനും സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് മത്സരത്തിനും വേദിയാകാൻ ഉപകരിക്കും. ബൈക്ക് റാലിയോടെയായിരുന്നു പരിപാടിക്ക് തുടക്കം. ഉദ്ഘാടന ചടങ്ങിനു ശേഷം RYBFA അത്തോളിയും കോതി ടെക്ക യുണൈറ്റഡ് ടീമിൻ്റെയും അണ്ടർ-11, അണ്ടർ-13 ഫുട്ബോൾ പ്രദർശന മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. മെയ് 5 ഞായറാഴ്ച വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് കോൺഫറൻസ് നടക്കുമെന്ന് വിസ്ഡം കോഴിക്കോട് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ശാക്തീകരണവും വിശ്വാസ വിമലീകരണവും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന വ്യാപകമായി ജില്ലാതലങ്ങളിൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതെന്ന് വിസ്ഡം ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ ഖുർആൻ പണ്ഡിതനും വിസ്ഡം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ അതിഥികളായി MK രാഘവൻ MP, അഹമ്മദ് ദേവർകോവിൽ MLA, ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TT ഇസ്മായിൽ എന്നിവർ പങ്കെടുക്കും. മെയ് 5 കോഴിക്കോട് കടപ്പുറത്താണ് കോൺഫറൻസ് നടക്കുകയെന്ന് വിസ്ഡം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT ബഷീർ, ജില്ലാ സെക്രട്ടറി അബ്ദുൾ റസാഖ് അത്തോളി, മീഡിയ കൺവീനർ KV മുഹമ്മദ് ഷുഹൈബ് തുടങ്ങിയവർ അറിയിച്ചു. ഫറോക്ക് റീജിയണൽ അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് ലേബർ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണ തണ്ണീർപന്തൽ ഫറോക്ക് ചുങ്കം 8-4 വെച്ച് സംഘം പ്രസിഡന്റ് ശ്രീ M രാജൻ സംഭാരം നൽകി ഉദ്ഘാടനം ചെയ്തു. 12ാം വാർഡ് മെമ്പർ ശ്രീ അൻവർ അലി, സംഘം ഡയറക്ടർമാരായ ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ ദേവാനന്ദ്, ശ്രീ ബാലൻ, ശ്രീ ദേവ്കുമാർ പണിക്കാമഠം, ശ്രീ ഷാലു, സംഘം സെക്രട്ടറി ശ്രീ രാഹുൽ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി. പല സാങ്കേതിക കാരണങ്ങളും പറഞ്ഞ് 8 മാസത്തോളമായി മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്നും മുസ്തഫ കൊമേരി വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്ത് MLAയും മേയറും KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ MLAയുടെ മണ്ഡലമായ ബാലുശ്ശേരിയിൽ പ്രതിഷേധം. ഗാന്ധി ലോകത്തെ മാറ്റിയ വർഷങ്ങൾ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി പുസ്തക സംവാദം സംഘടിപ്പിച്ചു. S ജാനകിയുടെ 86ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് തേനും വയമ്പും എന്ന സംഗീത പരിപാടിയുമായി ഗായിക ശ്രേയ ഭാനു. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്നുവന്ന കോഴിക്കോട് ഭജനോത്സവത്തിന് സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.